ഡോട്ടിന്റെ ഒരു ഫ്രെയിം വർക്ക് ആണ്. അത് മൈക്രോസോഫ്റ്റ് ആണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എവറി പേഴ്സൺ ഹാവ് ഡിഫറെന്റ് ഒപ്പീനിയൻ. ഇതൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ഒരു ബെറ്റർ ഐഡിയ ഉണ്ടാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ തൗസൻഡ്സ് ഓഫ് വീഡിയോസ് വേണ്ട, ക്വാളിറ്റി ഉള്ള 1-2 വീഡിയോ മതി. AI ടൂൾസ് ബാഡ് ആണെന്നും പറയില്ല, ഗുഡ് ആണെന്നും പറയില്ല, രണ്ടിന്റെ ഒരു മീഡിയേറ്റ് ലെവലിൽ നിൽക്കുന്ന ഒരു സംഗതിയാണ്. അന്ന് ഞാൻ എടുത്ത ചോയ്സ് എനിക്കിപ്പോഴും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയും. റിഗ്രറ്റ് ഇല്ല. ഇല്ല, ഇതൊക്കെ പഠിച്ചാൽ ജോലി കിട്ടുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആക്ച്വലി ജോലി കിട്ടും. എവ്രിവൺ ഈസ് മൂവിങ് ടുവേർഡ്സ് എ സിംഗിൾ ഗോൾ. അതാണ് ഗോളിലോട്ട് ഓറിയന്റഡ് ആയിട്ട് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ പിയർ ടു പിയർ ലേണിംഗ് ഇസ് ഓൾവേസ് ബെറ്റർ. എന്തെങ്കിലും ലോജിക്കൽ എക്സ്പ്ലനേഷനോ തിയറിയോ അത് നമുക്ക് അതിനോട് ചോദിക്കാം. നമ്മൾ അസിസ്റ്റ് ചെയ്യാനാണ് ഈ ടൂൾസ് ഉള്ളത് അല്ലേ. പക്ഷെ അതിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിന് ഡോണ്ട് ബിക്കം എ സ്ലേവ് ടു AI. അതേ ഞാൻ പറയുള്ളൂ. സോ ഹായ് ഗായ്സ്, വെൽക്കം. ഇന്ന് നമ്മൾ ഒരു പുതിയൊരു സീരീസിന് തുടക്കം കുറിക്കുകയാണ്. നമ്മൾ ഈ ഒരു IT ഫീൽഡിലോട്ട് വരുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഏറ്റവും വലിയൊരു കൺഫ്യൂഷനാണ് ഏത് ഡൊമൈൻ ചൂസ് ചെയ്യണമെന്ന്, അല്ലേ? ഈവൻ വി ഫേസ് ദാറ്റ് എ ലോട്ട്. അതെ. സോ ആ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഈ ഒരു സീരീസ്. ഈ ഒരു സീരീസിന്റെ ആസ് എ ഫസ്റ്റ് വീഡിയോ വി ആർ ഗോയിങ് വിത്ത് .NET. And I'm Shamil, a .NET developer. And I am Anas Malik, a .NET developer. Shall we begin? Yes. So, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ we are going to learn about what is .NET. കറന്റ് മാർക്കറ്റിൽ .NETന്റെ സ്കോപ്പ് എന്താണ്, ചലഞ്ചസുകൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എന്തൊക്കെ തരം സ്കിൽ സെറ്റുകളാണ് വേണ്ടത്, ഇനിയിപ്പോൾ ഈ സ്കില്ലൊക്കെ ഉണ്ടായിക്കോട്ടെ, ഡു യു ഹാവ് ജോബ് ഇൻ മാർക്കറ്റ്? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടും ജെനുവിൻ ആയിട്ടും ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നതാണ്. സോ ബി വിത്ത് us from start to end to get a clear picture of it. അപ്പോൾ എന്താണ് .NET ആക്ച്വലി? .NET ഒരു ഫ്രെയിം വർക്ക് ആണ്. അത് മൈക്രോസോഫ്റ്റ് ആണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പാസ്റ്റ് ഒരു 2 decades ഒക്കെ ആയിട്ട് അത് സ്റ്റിൽ ഓൺ മാർക്കറ്റിലുണ്ട്. ഇപ്പോഴും ഹൈ ഡിമാൻഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് .NET കിട്ടുന്നുണ്ട്. അതെ. ഒരുപാട് എന്റർപ്രൈസ് ലെവൽ ഓഫ് അപ്ലിക്കേഷൻസും ബിൽഡ് ചെയ്തിട്ടുള്ള .NETലാണ്. കാരണം ഭയങ്കര പെർഫോമൻസ് ഓറിയന്റഡും വെൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ്. ആക്ച്വലി നമുക്ക് ഇത് വന്ന സമയത്ത് ആക്ച്വലി ഇതൊരു .NET ഫ്രെയിം വർക്ക് ആയിരുന്നു. പിന്നെ .NET കോറിലോട്ട് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടായിട്ടുണ്ട്. ഓപ്പൺ സോഴ്സ് ആയിട്ടുണ്ട്, കോഴ്സ് പ്ലാറ്റ്ഫോംസ് വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ അന്ന് പറയുന്നത് വെറും മൈക്രോസോഫ്റ്റ് വിൻഡോസ് മാത്രം ഓറിയന്റഡ് ആയിരുന്നു ഈ ഒരു പ്രോഗ്രാം. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉബുണ്ടു ലിനക്സിലോട്ടൊക്കെ വർക്കിംഗ് ആണ് അല്ലേ, ഈവൻ മൊബൈൽ ആപ്ലിക്കേഷൻസിൽ പോലും .NET ഉണ്ട്. അതെ. പിന്നെ ഒരു ഭയങ്കര വലിയൊരു കാര്യം എന്താന്ന് വെച്ചാൽ ആദ്യം ഇതൊരു മൈക്രോസോഫ്റ്റിന്റെ ഒരു ഒഫീഷ്യൽ പ്രോഡക്റ്റ് ആയിരുന്നു. അത് അവരുടെ ഒരു കൺട്രോൾ ഉണ്ടായിരുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഓപ്പൺ സോഴ്സ് ആണ്. ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി നമുക്ക് .NETലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇയർ ബൈ ഇയർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് വിത്ത് ന്യൂ ഫീച്ചേഴ്സ് ആൻഡ് എവറിത്തിങ്. കറന്റ് വെർഷൻ ഇപ്പൊ നവംബറിൽ വന്നല്ലോ. അതെ. ട്രൈ ചെയ്തോ? ഞാൻ പേഴ്സണലി ട്രൈ ചെയ്തിട്ടില്ല, ബട്ട് ഐ ഹേർഡ് അബൌട്ട് ഇറ്റ്. ഞാൻ ട്രൈ ചെയ്തു ആൻഡ് കുറച്ച് നോക്കി, പക്ഷെ സ്വാഗർ ഇല്ല. നമുക്ക് API ഡോക്യുമെന്റേഷൻ ഭയങ്കര കോംപ്ലക്സ് ആണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ എന്തിനാ .NET എടുത്തേ? നല്ല ചോദ്യം. ആക്ച്വലി ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ എനിക്ക് അങ്ങനെ ഒരു പ്രോപ്പർ പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. നമുക്ക് എന്റെ കേസിൽ എനിക്കറിയാം, മനസ്സും IT ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഒന്നുമില്ലല്ലോ. ഞാൻ BCom കഴിഞ്ഞ് ഒന്നാണ്, മനസ്സ് CMA എന്തിനും പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് IT ഒരു താല്പര്യം തോന്നിയത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്നിട്ട് ആസ് എ ന്യൂ വൺ ടു IT ഐ ഡിഡ്ന്റ് ഹാവ് എ സ്പെസിഫിക് ഡൊമൈൻ ടു ചൂസ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ .NET പലയിടത്തും കേൾക്കൽ തുടങ്ങി. അന്നുവരെ എനിക്ക് .NET എന്താണെന്നോ അതിലെന്താണ് പഠിക്കാനുള്ളത് അതിൻ്റെ ഒന്നും അറിയില്ല, സ്കോപ്പോ അങ്ങനെ ഒന്നും അറിയില്ല. അപ്പം എൻ്റെ കൂടെയുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ടീം, ആസ് എ ടീം എല്ലാവരും എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു താല്പര്യം തോന്നി. അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് റിസർച്ചൊക്കെ ചെയ്തു. റിസർച്ച് ചെയ്തപ്പോൾ അതിന് ഒരുപാട് ബെനിഫിറ്റ്സും അതിൻ്റെ സ്കോപ്പും മാർക്കറ്റൊക്കെ, അങ്ങനെയാണ് എനിക്ക് അതിലോട്ട് എക്സ്പോഷർ കിട്ടിയത്. അതുകൊണ്ട് മാത്രമാണ് ഈ .NET ചൂസ് ചെയ്തത്. അന്ന് ഞാൻ എടുത്തൊരു ചോയ്സ് എനിക്കിപ്പോഴും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയും. റിഗ്രറ്റ് ഇല്ല. നിന്റെ കേസിലാണെങ്കിലോ? എൻ്റെ കേസിൽ വളരെ സിമ്പിൾ ആണ്. ലോ കോമ്പറ്റീഷൻ, ഹൈ സാലറി കമ്പാരിറ്റീവ്ലി. ഞാൻ നോക്കിയ സമയത്ത് ഞാൻ ഫ്രണ്ട് എൻഡ് കഴിഞ്ഞിട്ട് ഏതെടുക്കും ഇങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും മേണ് ഫ്ലട്ടർ ആ ഒരു രീതിയിലാണ്. പിന്നെ ഒരുപാട് പൈത്തണും കേൾക്കാനുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഒരു യുണീക്ക് ആയിട്ട് അവിടെ കിടക്കുന്ന എന്താണ് .NET ആണ്. പിന്നെ നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു ഹയർ സാലറിയും കിട്ടുന്നുണ്ട്. സോ ഐ തോട്ട് എന്തായാലും നമ്മൾ കുറച്ച് എഫേർട്ട് ഇടണം. അത് കുറച്ച് ഏറിട്ട് കഴിഞ്ഞാൽ അതെ നമുക്ക് തന്നെയാണ് അതിൻ്റെ ഒരു വാല്യൂ കിട്ടാൻ പോകുന്നത്. അതെ. സോ അതുകൊണ്ടാണ് ഞാൻ .NET ചൂസ് ചെയ്തത്. പക്ഷേ പഠിച്ചിരുന്ന സമയത്ത് ഈ ഒരു കോൺഫിഡൻസ് ഒന്നും എല്ലാം ഉണ്ടായിട്ടില്ല. അതെ, കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി വെരി മച്ച് ചാലഞ്ചിങ്. ലൈക്ക് ഒരുപാട് കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ടായിരുന്നു അല്ലേ? ജെന്യുവൻലി ലൈക്ക് ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. അതെ, കോർ കൺസെപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് മീൻസ് ഒന്ന് കത്തി വരാൻ തന്നെ അത്യാവശ്യം സമയം എടുത്തിട്ടുണ്ട്. എന്റെ പോലെയല്ലല്ലോ നിങ്ങൾ ഒരു സെപ്പറേറ്റ് ബാച്ച് ആയിട്ട് ഇവിടെ ഫസ്റ്റ് ഫുൾ ബാച്ച് ഓഫ് .NET. അതെ, that was really special. it was a special moment. അതെ. പക്ഷേ അങ്ങനെ ആയപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് .NET കേസിൽ അറിയാലോ, നമ്മൾ
ഒരുപാട് റിസോഴ്സസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ട്. ബട്ട് നമ്മൾ ബാക്കിയൊരു എന്തിനെ കുറിച്ചും സെർച്ച് ചെയ്യുന്ന പോലെ ഒന്നിനും ഡിപ്പെൻഡ് ചെയ്തിട്ട് 100 റിസൾട്ട് നമുക്ക് കിട്ടില്ല. ഒന്നിനും ഡിപ്പെൻഡ് ചെയ്ത് മേ ബി ഒന്നിനും ഉണ്ടാവുള്ളൂ. അപ്പോൾ വി ഡോണ്ട് ഹാവ് എ ലോട്ട് ഓഫ് ഓപ്ഷൻ ടു ചൂസ്. ലൈക്ക് ഒരുപാട് മൾട്ടിപ്പിൾ വീഡിയോസോ യൂട്യൂബൊക്കെ ഇപ്പോഴത്തെ നവ ഡേയ്സ് ട്രെൻഡിങ് ആണല്ലോ സെൽഫ് ലേണിങ്ങിന്റെ കേസിൽ. അപ്പോൾ ആ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വീഡിയോ മാത്രം മേ ബി അവൈലബിൾ ആവുള്ളൂ. ബാക്കി കമ്പാരിറ്റീവ്ലി ഒരുപാടുണ്ടാവും. അപ്പം നമുക്ക് ഒരുപാട് റിസോഴ്സസ് ഉണ്ട് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു ഷോർട്ട് കമ്മിങ്സ് ഉണ്ടായിരുന്നു. ബട്ട് ദാറ്റ് വാസ് ഇൻ ദാറ്റ് മച്ച് ചാലഞ്ചിങ് ദോ. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. ബട്ട് അങ്ങനെ പോയി. നിന്റെ കേസിലാണെങ്കിലോ? എൻ്റെ കേസിൽ ഞാൻ നേരിട്ട് ഏറ്റവും ആദ്യത്തെ ഡിഫിക്കൽട്ടി വാസ് വിത്ത് C#. ആക്ച്വലി ജാവാസ്ക്രിപ്റ്റിനെ പോലെ ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു പക്ക ഫ്രീഡം തരുന്ന ഒരു ലാംഗ്വേജിൽ നിന്ന് പെട്ടെന്ന് C# വന്നപ്പോൾ മൈ ഗോഡ് ദാറ്റ് വാസ് ഞാൻ ആദ്യം പറയുകയാണെങ്കിൽ മൈൻഡ് ബ്ലോയിങ് ആയിപ്പോയി. കാരണം അതിലൊരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എസ്പെഷ്യലി ഊപ്സ്. അതെ, ഊപ്സ് കറക്റ്റ് മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. ആക്ച്വലി എന്തിനാണ് ഇങ്ങനെ ചെയ്തു പോകുന്നത്? രണ്ടുപേരെ കേസ് നോക്കും. നമുക്ക് IT ബാക്ക്ഗ്രൗണ്ടിൽ ഊപ്സ് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഈ ഒരു എന്തിനാണ് ഇങ്ങനെ ചെയ്തു പോകുന്നത്, എന്താണ് ഈ ഡിസൈൻ പാറ്റേൺ എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഭയങ്കര കൺഫ്യൂഷൻസ് ആയിരുന്നു. സോ അതെല്ലാം സോൾവ് ചെയ്ത് വരുമ്പം എന്തായാലും സമയമെടുത്തു. പക്ഷെ ആ ഒരു സ്ഥലത്താണ് ആക്ച്വലി ഒരു സെൽഫ് ലേണിങ്ങിന്റെ ആ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ എൻ്റെ ഒരു പേസ് എടുത്തു. എന്നെ ആരും പുഷ് ചെയ്യാനില്ല, എന്നെ ഒരു സ്പൂൺ ഫീഡ് ചെയ്യല്ല. എനിക്ക് എൻ്റെ ഒരു പേസ് എടുത്തിട്ട് കുറച്ച് കൂടുതലധികം സമയം അതിലിരുന്നിട്ട് എൻ്റെ ഒരു പേസിൽ ഞാനെല്ലാം കംപ്ലീറ്റ് ആക്കി വന്നു. എനിക്ക് എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഏക ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ വീക്കെൻഡിലുള്ള റിവ്യൂ ആയിരുന്നു. റിവ്യൂക്ക് മുന്നേ എങ്ങനെയും തീർത്താൽ മതി. അത് ഇനി എത്ര നേരം ഇരുന്നിട്ടാലും പ്രശ്നമല്ല, അത് ഏത് രീതിയിലും പഠിച്ചിട്ടാണെങ്കിലും പ്രശ്നമല്ല. സോ ആ ഒരു സെൽഫ് ലേണിങ്ങിലോട്ട് ഞാൻ കൂടുതൽ അഡാപ്റ്റ് ആയത് ആ ഒരു വീക്കിലാണ് ആക്ച്വലി. സോ ആ ഒരു വീക്കിൽ ഞാൻ പാസ്സായതോടുകൂടെ ഐ ഫെൽറ്റ് കോൺഫിഡൻറ്റ് ആക്ച്വലി. ബിക്കോസ് ഞാൻ ഒറ്റയ്ക്കാണല്ലോ പഠിച്ചെടുത്തത്. ആദ്യം ജാവാസ്ക്രിപ്റ്റ് പഠിച്ചു, പിന്നെ C# പഠിച്ചു. രണ്ടും ഞാൻ ഒറ്റയ്ക്കാണ് പഠിച്ചെടുത്തത്. സോ ആ ഒരു കാര്യം കൊണ്ട് ഐ ഫെൽറ്റ് കോൺഫിഡൻറ്റ്. ആ ഒരു കോൺഫിഡൻസിലാണ് പിന്നെ ബാക്കിയുള്ള .NET ഞാൻ കവർ ചെയ്തത്. എൻ്റെ കേസിലൊക്കെ ഇതുപോലെ തന്നെയാണ്. സെൽഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇന്നേ വരെ നമ്മുടെ ഒരു സിസ്റ്റം വെച്ചിട്ട് നമ്മൾ ആദ്യം എക്സ്പോഷർഡ് ആയിട്ട് എന്തിനാണ് സ്കൂളിലൊക്കെ ഉള്ള ലേണിംഗ് ടൈപ്പ് ഓഫ് സിസ്റ്റം, സ്പൂൺ ഫീഡ് ചെയ്യുന്ന പോലത്തെ ഒരാളെന്ന് പറഞ്ഞിരുന്നു. ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് പെട്ടെന്ന് സെൽഫ് ലേണിംഗ് വന്നപ്പോൾ ചലഞ്ചിങ് ആയിരുന്നു. ലൈക്ക് നമ്മൾ എന്തൊരു കാര്യം പഠിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ചിലപ്പം ഒരാൾ പറഞ്ഞൊരു എളുപ്പമാണ്. സ്വന്തമായിട്ട് പഠിക്കുമ്പോൾ എന്താണ് ഒന്ന് പഠിക്കാൻ നോക്കുമ്പോൾ ഒരുപാട് കണ്ടന്റ് അവിടെ കിടക്കുന്നത്. അത് ഒരു ബാക്ക് സൈഡ് തോന്നും, പക്ഷെ ആക്ച്വലി അതൊരു പ്ലസ് പോയിന്റും കൂടിയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ നോക്കുമ്പോൾ അതിന് കൂടെ നമ്മൾ 9 തിങ്സ് എക്സ്ട്രാ പഠിക്കുന്നു. പ്രത്യേകിച്ച് ആർട്ടിക്കിൾസ് ഒക്കെ വായിക്കുമ്പോൾ ഒരുപാട് നോളജാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അത് സെൽഫ് ലേണിംഗ് കൊണ്ട് മാത്രം പോസിബിൾ ആണ്. പിന്നെ എനിക്ക് റിവ്യൂസിന്റെ കേസിലൊക്കെ പാസ് ആകാൻ പറ്റും. എന്തുകൊണ്ട് ഒരാൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഒരു ലിമിറ്റ് ഉണ്ട്. ഞാൻ ഒറ്റക്ക് ഇങ്ങനെ പഠിക്കുന്നു, അങ്ങനെ ആയതുകൊണ്ട് തന്നെ റിവ്യൂസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പാസ് ആകാൻ പോയി. റിവ്യൂസ് ഒക്കെ പാസ് ചെയ്ത് ഒരു കോൺഫിഡൻസ് വരും സെൽഫ് ലേണിങ്ങിലൂടെ. അതിനൊരു റിഫ്ലക്ഷൻ എനിക്ക് തോന്നുന്നത് എപ്പോഴാണ്, എനിക്ക് ഒരു സപ്ലിമെന്ററി എക്സാം ഉണ്ടായിരുന്നു BComന്റെ. അത് ആക്ച്വലി ഞാൻ എഴുതുമ്പോൾ ഐ ഫെൽ ലൈക്ക് ഒരു ദിവസം ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഐ ഫെൽ ലൈക്ക് ഈ ഒരു ദിവസത്തെ പഠിത്തം ഞാൻ അന്ന് ഡിഗ്രിക്ക് എനിക്ക് സെൽഫ് ലേണിംഗ് സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ കുഡ് ഹാവ് സ്കോർഡ് ബെറ്റർ, റൈറ്റ്? അന്ന് എടുത്ത പേപ്പേഴ്സ് ഉണ്ടല്ലോ, അതിനെക്കാട്ടി കൂടുതൽ മാർക്ക് ഉണ്ട് എനിക്ക് സപ്ലി ചെയ്തിട്ട് A ഗ്രേഡിലൊക്കെ പാസ്സായത് വിത്ത് ഫസ്റ്റ് ട്രൈ. അതും 2 കൊല്ലത്തിന്റെ ഒരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അത്രയും കാലത്തിന് എല്ലാം മറന്നിട്ടുണ്ട്. എല്ലാം ഒരു 2-3 ഡേയ്സിൽ ഒന്ന് റിക്കവർ ചെയ്ത് പഠിച്ചെടുത്തിട്ട് എക്സാം ചെയ്ത് നല്ല മാർക്ക് കിട്ടി. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എനിക്ക് അന്നാണ് ആക്ച്വലി റിഫ്ലക്ഷൻ ഞാൻ കണ്ടത് എന്ത് സെൽഫ് ലേണിങ്ങിൻ്റെ. സോ ഐ എം വെരി മച്ച് താങ്ക്ഫുൾ ഫോർ സെൽഫ് ലേണിംഗ് അതൊരു സ്കില്ലായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതെ. പിന്നെ അതുപോലുള്ള ഒരു സ്കിൽ തന്നെയാണ് പിയർ ടു പിയർ ലേണിംഗ് ആക്ച്വലി, അല്ലെ? കാരണം ആ ഒരു പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു ടീമായിട്ട് കൊളാബ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റി, അല്ലെ? എന്റെ വ്യൂസ് ഞാൻ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കും, അയാളുടെ വ്യൂസ് എനിക്ക് കിട്ടും. അതായത് നമ്മൾ പഠിക്കുന്ന ആ ഒരു ഏരിയയിൽ നമുക്കൊരു ചെറിയ ഷോർട്ട് പീരീഡ് തന്നെ ഒരുപാട് വ്യൂസ് കിട്ടി, ഒരുപാട് ഐഡിയാസ് ആൻഡ് കോൺസെപ്റ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം എവറി പേഴ്സൺ ഹാവ് ഡിഫറെന്റ് ഒപ്പീനിയൻ. ഇതൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ഒരു ബെറ്റർ ഐഡിയ ഉണ്ടാവുന്നുണ്ട്. അതെ. സോ ആ ഒരു കാര്യം സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാനൊന്ന് പഠിക്കും, എന്നിട്ട് ഞാൻ അത് അടുത്ത ആളോട് പറയും, ആളുടെ ഐഡിയ ആൾ എന്നോട് പറയും. സോ ആ ഒരു ചെറിയ ഷോർട്ട് ടൈം കൊണ്ട് എത്ര ഇൻഫർമേഷൻസ് കിട്ടി. പിന്നെ അത് മാത്രമല്ല, നമ്മൾ എന്തായാലും ഈ ഒരു സോഫ്റ്റ്വെയർ ഫീൽഡിൽ എത്തിക്കഴിഞ്ഞാൽ കൊളാബ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒരു ടീം വർക്കാണ്. അത് നമ്മൾ ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വരികയാണ്. അതെ. പിന്നെ അതുപോലെ തന്നെ ഒരു ക്ലാസ് റൂം സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീച്ചർ പഠിപ്പിക്കും, ആൻഡ് അതിൽ ആക്റ്റീവായിട്ട് കേൾക്കുന്ന കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടാവും, ആക്റ്റീവ് അല്ലാത്ത കുറേ പേരുണ്ടാവും. പക്ഷേ ഈ ഒരു സിസ്റ്റത്തിൽ എല്ലാവരും ആക്റ്റീവ് ആയിരിക്കും. കാരണം എല്ലാവരും ആക്റ്റീവായിട്ട് കൊളാബ് ചെയ്തിട്ടാണ് everyone is moving towards a single goal. അതാണ് ഗോളിലോട്ട് ഓറിയന്റഡ് ആയിട്ട് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ പിയർ ടു പിയർ ലേണിംഗ് ഇസ് ഓൾവേസ് ബെറ്റർ. സോ നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ആസ് എ ഫസ്റ്റ് .NET ബാച്ച് ഞാൻ പറഞ്ഞല്ലോ ചലഞ്ചിങ് ആയിരുന്നു എന്ന് പറഞ്ഞു, റിസോഴ്സ് ഒക്കെ ഇല്ലായിരുന്നു. അന്ന് നമ്മുടെ ഗ്രൂപ്പ് 2 രാവണന്മാരുണ്ടായിരുന്നു വേണേൽ പറയാം. ഒക്കെ അറിയാം, തമീമുണ്ടായിരുന്നു, ഷാനർഷൊക്കെ ഉണ്ടായിരുന്നു.
വെരി മച്ച് ബ്രില്യൻറ്റ് റൈറ്റ്. അതെ അതെ രണ്ടുപേരും സൈലന്റ് ആണ് ബട്ട് ഡെഡ്ലി ആണെന്ന് വേണേൽ പറയാം. അത്രയും നല്ല തോട്ട് പ്രോസസ്സിങ്, നല്ല വർക്കിംഗ്, അവർക്ക് അറിയാം ഇങ്ങനെ ലോജിക്കലൊക്കെ നല്ല ബിൽഡ് ചെയ്തിട്ട് അവർ അത്രയും അഡ്വാൻസ്ഡ് ആയിരുന്നു അവർ. അവരെന്നെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരം കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്ത് ഡൗട്ട് വന്നാലും ചോദിക്കാൻ പറ്റുമായിരുന്നു. അതെ, അത് ആ ഒരു പിയർ ടു പിയർ ലേണിംഗ് കൊണ്ട് മാത്രമാണ് ഇന്ന് ഒരു .NET ഡെവലപ്പറായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. സോ നമുക്കുണ്ടായിരുന്ന ചാലഞ്ചസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കാര്യങ്ങൾ വെച്ചിട്ടാണ്. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി സോൾവ് ചെയ്തിട്ടുള്ളത്. അതെ, പിയർ ടു പേണിങ്ങിലൂടെയൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് പിയർ ടു ലേണിംഗ്. പിന്നെ ഡോക്യുമെന്റേഷൻസ് ഒക്കെ വായിച്ചിട്ടാണ് അധികം മീൻസ് എക്സെപ്ഷൻസും ഇററൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു എറേഴ്സിന്റെ കേസ് എന്ന് വെച്ചാല് നമ്മളൊരു കാര്യം ചെയ്യും, എന്നിട്ട് നമ്മൾ തന്നെ ആക്ച്വലി അതിലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് സോൾവ് ചെയ്യുന്നത്. നമ്മൾ വേറെ ഒരാളോട് ചോദിക്കാൻ പോവുക അങ്ങനെയൊന്നുമല്ല. നമ്മൾ അതിൽ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ റിസർച്ച് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ആക്ച്വലി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അറ്റ് ലാസ്റ്റ് നമ്മൾ ഇത് സോൾവ് ചെയ്യും. പിന്നെയുള്ള ഒരു സുഖം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു എറർ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന്. അതിന് പകരം നമ്മൾ നേരെ ഇതെടുത്ത് ChatGPT ഇട്ട് എങ്ങനെ കിട്ടും. AI-യുടെ കേസിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയില്ല, പക്ഷെ യൂസ് ചെയ്ത രീതി വേറെയാ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു തിയററ്റിക്കൽ തിങ്സ് പഠിക്കുകയാണെന്ന് വിചാരിക്കാം, എന്തെങ്കിലും ലോജിക്കൽ എക്സ്പ്ലനേഷനോ തിയറിയോ അത് നമുക്ക് അതിനോട് ചോദിക്കാം. നമ്മൾ അസിസ്റ്റ് ചെയ്യാനാണ് AI ടൂൾസ് ഉള്ളത് അല്ലേ. പക്ഷെ അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിന് ഡോണ്ട് ബിക്കം എ സ്ലേവ് ടു AI. അതേ ഞാൻ പറയുള്ളൂ. നമ്മളെന്താ ചെയ്യാറ്, ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈവൻ കേസ് ഓഫ് റിവ്യൂസ് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സിലബസ് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാം, എന്നാലും ജസ്റ്റ് ആസ്ക് ഫോർ ഡെഫിനിഷൻസ് അതിങ്ങനെ പഠിക്കും, അതൊന്ന് റീവൈൻഡ് ചെയ്ത് പോകും അല്ലേ. പിന്നെ കോഡിന്റെ കേസ് വരുമ്പോൾ നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള കോഡ് വന്നു കഴിഞ്ഞാൽ എക്സ്പ്ലനേഷൻസോ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷെ നമ്മൾ ഇപ്പോൾ ഒരു ട്രെൻഡ് കണ്ടുകൊണ്ടിരുന്നത് വെച്ചാൽ AI വന്നുകൊണ്ട് തന്നെ എവ്രി വൺ ഇസ് ബിക്കമിങ് ടോട്ടലി ഡിപ്പെൻഡന്റ് ആണ്. എടാ നേരെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ചാറ്റിൽ ഇടുന്നു, ആ ഒരു കോഡ് ജനറേറ്റ് ചെയ്ത് തരും. അത്രയ്ക്കൊക്കെ അഡ്വാൻസ്ഡ് ആണ് AI അല്ലേ. അത് നേരെ കോപ്പി പേസ്റ്റ് ചെയ്യാം, നേരെ കൊണ്ടുപോയിട്ട് VS കോഡിലോ അവിടെ എവിടെയും കൊണ്ടിട്ട്. ആക്ച്വലി അവിടെ എന്താ പ്രശ്നം വന്നതെന്ന് പോലും അവർക്ക് മനസ്സിലാവില്ല. ഒരു ബഗ് വന്നു കഴിഞ്ഞാൽ ChatGPT ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും അത് സോൾവ് ചെയ്തിട്ട് നമുക്ക് തരും. പക്ഷെ അത് നമ്മൾ തന്നെ ഡീബഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഒരുപാട് നോളജ് കിട്ടാനുണ്ട്. അതെങ്ങനെ ഡീബഗ് ചെയ്തു എന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് അറിയാം അല്ലെ. അത് നമ്മുടെ മൈൻഡിൽ ഫീഡ് ചെയ്ത് വെക്കും. പിന്നെ ഒരിക്കലും ആ ഒരു പ്രശ്നം നമ്മളെ ബോധർ ചെയ്യില്ല. സോ ആ ഒരു ഡീബഗിങ് സ്കില്ല് അത് ആക്ച്വലി ഭയങ്കര വലിയൊരു സ്കില്ലാണ്. അത് നമുക്ക് മിസ്സാവും ഈ ഒരു AI ടൂൾസ് നമ്മൾ എക്സ്റ്റെൻസീവ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. AI ടൂൾസ് ബാഡ് ആണെന്നും പറയില്ല, ഗുഡ് ആണെന്നും പറയില്ല, രണ്ടിന്റെ ഒരു മീഡിയേറ്റ് ലെവലിൽ നിൽക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പൊ ഇതിന്റെ കേസിൽ എങ്ങനെ AI യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് നീ പറഞ്ഞു. ഞാൻ ഇവിടെ പേഴ്സണലി യൂസ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം AIs ഒക്കെ. അത് യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ .NET കേസിൽ നമുക്ക് റിസോഴ്സസിന് ഒരു ഇഷ്യൂ ഉള്ള പോലെയാണ്. കാരണം എന്താ, നമുക്ക് വീഡിയോ റെക്കോർഡ്സ് ഒക്കെ കുറവായിരിക്കും, കൂടുതലും ഡോക്യുമെൻറ്റേഷൻസും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളൊരു ടോപ്പിക്കോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ കൺസെപ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബിഗ് ടോപ്പിക്കൊക്കെ ചിലപ്പോൾ തരിക, അത് മൊത്തം വായിക്കുന്നത് എന്തുകൊണ്ടും ബെറ്ററാണ്. പക്ഷേ നമുക്ക് ചിലപ്പോൾ സമയം ഉണ്ടാവണം നിർബന്ധമില്ലല്ലോ. അപ്പോൾ എനിക്ക് ഇപ്പോൾ റിവ്യൂയുടെ കേസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഡോക്യുമെൻറ്റേഷൻ ഫുള്ള് വായിക്കൽ പോസിബിൾ അല്ല. അപ്പോൾ എനിക്കൊരു ചെറിയൊരു സമ്മറി കിട്ടിയാൽ മതി. അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, AI യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ AI ഒരുപാട് അതിലും സഹായിച്ചിട്ടുണ്ട് പഠിക്കുന്ന കാര്യത്തിലും. റിസോഴ്സസിന്റെ ഒരു ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് മാത്രം. അതെ ഈ ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് സത്യം വരാണെന്നുണ്ടെങ്കിൽ ഐ ബി ഓണസ്റ്റ് ഞാനും യൂസ് ചെയ്തിട്ടുണ്ട് AI. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിന്റെ അപ്പുറത്തോട്ട് നമുക്ക് ഒരിക്കലും AIനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിന്റെ ഇൻഫർമേഷൻസ് അത് കുറച്ച് പഴയതാണ്, അത് എത്രത്തോളം റിലയബിൾ ആണ് ഒന്നും നമുക്കറിയില്ല. സോ തെറ്റായ രീതിയിൽ നമ്മൾ പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കതൊരു വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് വേസ്റ്റ് ഓഫ് എനർജി ഒക്കെയാണ്. അത് നമുക്ക് വേണ്ട. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ഷോർട്ട് പീരീഡിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുന്ന ഈ സമയത്ത് ഈ ഒരു റോങ് വേയിൽ പോകാന്ന് പറഞ്ഞാൽ വി ഡോണ്ട് വാണ്ട് ദാറ്റ് ആക്ച്വലി. സോ ഈ ഒരു ശ്യാമിൽ പറഞ്ഞപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്തു ഈ ഒരു റിസോഴ്സിൻ്റെ കുറവ്. അപ്പോൾ ഈ ഒരു റിസോഴ്സിൻ്റെ കുറവ് അത് ആക്ച്വലി അവർ അലട്ടേണ്ട ഒരു പ്രശ്നമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. അതെ, അപ്പോൾ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് അവൈലബിൾ ആണ് അല്ലേ. ഇപ്പം ഞാൻ മെയിനായിട്ട് ഞാൻ പഠിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഇത് ലോകത്ത് ആദ്യമായിട്ട് ചെയ്യുന്നത് ഞാനൊന്നുമല്ല. എന്തായാലും ഇതിന് മുന്നേ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? എങ്ങനെയായാലും ഒരു റിസോഴ്സ് ഒരു ഡോക്യുമെന്റ് എങ്കിലും അവൈലബിൾ ആണ്. അതും ഈവൻ ഈ ഒരു സംഗതി മീൻസ് .NET 20 കൊല്ലമായിട്ട് മാർക്കറ്റിലുണ്ട്. അപ്പൊ 20 കൊല്ലം സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒരാളും കണ്ടിന്യൂഷൻ ഇല്ലാതെ നിൽക്കില്ലല്ലോ. എന്തായാലും റിസോഴ്സസ് ഉണ്ട്, മെറ്റീരിയൽസ് അവിടെ ഉണ്ട്. ആ ഒരു നമുക്ക് വേണ്ട ആ ഒരു മെറ്റീരിയലിലോട്ട് എത്തിപ്പെടുക അത്രേ ഉള്ളൂ. അതെ, അതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എത്തിപ്പെടാൻ അത്ര വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമുക്ക് ഒരുപാട് C# കോർണർ ഉണ്ട്, ട്യൂട്ടോറിയൽസ്, പിന്നെ അതുപോലെ തന്നെ .NET-ന്റേതായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരുപാട് നല്ല യൂട്യൂബേഴ്സ് ഉണ്ട്. മൈക്രോസോഫ്റ്റിന് സ്വന്തമായിട്ടുള്ള ഡോക്യുമെന്റേഷൻസ്, മൈക്രോസോഫ്റ്റിന് യൂട്യൂബ് ചാനൽ ഉണ്ട് .NET എന്ന് പറഞ്ഞിട്ട് തന്നെ. അവരും ഒരുപാട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് വെച്ചാൽ തൗസൻഡ്സ് ഓഫ് വീഡിയോസ് വേണ്ട, ക്വാളിറ്റി ഉള്ള 1-2 വീഡിയോ മതി, നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങൾ. സോ
പുതുതായിട്ട് എടുക്കുന്ന ആൾക്കാരോട് അല്ലേ എന്താ പറയാനുള്ളത്, ഒരിക്കലും ആ ഒരു കാര്യം ആലോചിച്ചിട്ട് Don't fell into tutorial hell. അതെ ട്യൂട്ടോറിയൽ ഹെൽ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റിസോഴ്സ് കുറവാണെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും .NET-നെ നിങ്ങൾ പിന്തള്ളി കളയരുത്, പേടിക്കരുത്. കാരണം യു ഹാവ് ടു നോ ദ ബെസ്റ്റ് സൈഡ് ഓഫ് ഇറ്റ്, ദ സ്കോപ്പ്. ഇതിന്റെ സ്കോപ്പിനെ കുറിച്ചൊക്കെ നിങ്ങൾ അറിയണം ആദ്യം. അതെ, സ്കോപ്പ്. ഈ ഒരു .NET ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ .NET എടുത്ത സമയത്ത് ഞാൻ മെയിൻ ആയിട്ട് നോക്കിയത് മാർക്കറ്റിലെ സ്കോപ്പ് ആണെന്നുള്ള കാര്യം. കാരണം ഞാൻ നോക്കുമ്പോൾ ഇപ്പൊ ഞാൻ മെയിൻ ആയിട്ട് ആ സമയത്ത് നോക്കിയിരുന്നത് നോക്കറിയാണ്. നോക്കറിയിൽ അപ്പം ഒരു മെയിൻ സ്റ്റാക്ക് ഡെവലപ്പറിന്റെ ഒരു ജോബ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ എത്ര പേര് അപ്ലൈ ചെയ്തു എന്ന് ഞാൻ കണ്ടു. അപ്പോൾ ഒരു 1 or 2 days ഉള്ളിൽ തന്നെ ആ ഒരു 10,000 ആൾക്കാരൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു ഒറ്റ ജോലിക്ക്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ട് നമ്മളെടുക്കുക, അതും ഈവൻ ഒരു കമ്പ്യൂട്ടർ ഡിഗ്രി പോലും ഇല്ലാത്ത അതെ ഒരു ഫ്രഷർ ആയിട്ടുള്ള എന്നെ എടുക്കുമെന്ന് എനിക്ക് ഡൗട്ടായിരുന്നു. പക്ഷേ .NET-ന്റെ കേസിൽ വരുമ്പോൾ ഒരു 1 or 2 days ഓൾഡ് ആയിട്ടുള്ള ഒരു ജോബ് പോസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ മേ ബി 200 or 300 ആൾക്കാർ അതിന് അപ്ലൈ ചെയ്യുന്നുള്ളൂ. അത്രയും ലൈക്ക് മാർക്കറ്റിൽ അത്രയും ആൾക്കാർ കുറവാണ്, മീൻസ് അത്രയും ഡിമാൻഡ് .NET-നുണ്ട്. അപ്പോൾ സ്കിൽഡ് ആയിട്ടുള്ള .NET ഡെവലപ്പേഴ്സിനെ ഇപ്പോഴും ആവശ്യമുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറിയാലോ, എല്ലാം ക്ലൗഡിലോട്ട് മാറിക്കൊണ്ടിരിക്കണം, അതൊരു തരംഗമായിക്കൊണ്ടിരിക്കണം, എല്ലാം ക്ലൗഡിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. സോ നമ്മുടെ .NET-ൽ ഈ ഒരു .NET-ന്റെ ഈ ഒരു മൈക്രോസോഫ്റ്റിന്റെ വാസ്റ്റ് ആയിട്ടുള്ള ഇക്കോ സിസ്റ്റം അത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് തരുന്നുണ്ട്. എസ്പെഷ്യലി അഷ്യൂർ. അതെ, അഷ്യൂർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ഡിപ്ലോയ്മെന്റ് ആണ്. ക്ലൗഡ് എന്ന് പറഞ്ഞാൽ .NET-ന്റെ ഒരു പ്രശ്നമേ അല്ല, അഷ്യൂറിന്റെ ഈ ഒറ്റ കാരണം. സോ ഇത് ഇന്റഗ്രേഷൻ വിത്ത് അഷ്യൂർ ഈസ് റിയലി നൈസ് ഫോർ .NET. അപ്പോൾ ഈ ഒരു ഇവോൾവിംഗ് ആയിട്ടുള്ള ഈ ഒരു എൻവയോൺമെന്റിലും .NET എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് ഇപ്പോഴും ഉണ്ട്. ആൻഡ് ഞാൻ എടുത്തപ്പോൾ ഞാൻ ഉറപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, അടുത്തൊരു ഡെക്കേഡെങ്കിലും .NET ഈ ഒരു സ്ട്രെങ്ത്തിൽ തന്നെ നിൽക്കും അല്ലേ? നിനക്ക് എന്താ തോന്നുന്നത് ഈ ഒരു കറന്റ് മാർക്കറ്റിനെ പറ്റിയിട്ട് നീ അനലൈസ് ചെയ്ത് എങ്ങനെയാണ്? ഞാൻ അനലൈസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം .NET-ന്റെ ഞാൻ ഇതിനൊരു ചെറിയൊരു ഇത് നോക്കി. ലൈക്ക് .NET-നെ കുറിച്ച് പഠിക്കുമ്പോഴേ ഇപ്പോൾ ഈ ഒരു വേൾഡ് റാങ്കിലൊക്കെ .NET-ന് വല്ല കോറായിട്ടുള്ള ആപ്ലിക്കേഷൻസോ ഏതെങ്കിലും ബിഗ് കമ്പനീസ് ഒക്കെ ഏതൊക്കെ .NET യൂസ് ചെയ്യുന്ന നോക്കി. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു മൈക്രോസോഫ്റ്റ് എന്താണ് .NET ആണ്. അപ്പൊ അവരുടെ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്റ്റിലും ഒന്നെങ്കിൽ .NET കംപ്ലീറ്റിലാണ്, അല്ലെങ്കിൽ .NET ഇംപ്ലിമെന്റേഷൻസ് ഉണ്ട്. ഈവൻ അവരുടെ ഓഫീസസ് ഉണ്ടല്ലോ, മൈക്രോസോഫ്റ്റ് ഓഫീസിൽ എത്രയോ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്, അതിലൊക്കെ .NET ഇംപ്ലിമെന്റേഷൻസ് വരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാക്ക് ഓവർഫ്ലോ കേട്ടിട്ടില്ലേ? ഡെവലപ്പേഴ്സ് മാത്രമല്ല, എല്ലാ ഞാനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അല്ലേ? ആ ഒരു കമ്മ്യൂണിറ്റി ഓവറോൾ ഏകദേശം ഫുള്ളി മോസ്റ്റ് ഓഫ് ഇറ്റ് ഈസ് ബിൽഡ് ഓൺ .NET. പിന്നെ പിന്നെയുണ്ട്, നീ നോക്ക് GoDaddy, ഇഫ് യു വാണ്ട് ടു ബൈ എ ഡൊമെയിൻ, GoDaddy ഈസ് ബിൽഡ് ഓൺ .NET. ഇതിനെല്ലാം ഇംപ്ലിമെന്റഡ് എന്ന് ഞാൻ പറയുള്ളൂ, കംപ്ലീറ്റ് നമുക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് ഡിഫറെന്റ് ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇതൊരു കോർ ആയിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇത് വരുന്നുണ്ട്, ഇപ്പം വാട്സപ്പിനെ പോലെ തന്നെ അത്രയും ഫേമസ് ആണ് WeChat ഒക്കെ, ചൈനീസ് ആപ്പാണെന്ന് പറയാം, പേയ്മെന്റ്സും എല്ലാം വരുന്ന ഒരു ചാറ്റിംഗ് ആപ്പാണ്. അതൊരു ഗ്ലോബൽ റീച്ചും അത്രയും മില്യൺ യൂസേഴ്സ് വരുന്നത്, അതും ഏകദേശം മോസ്റ്റ് യൂട്ടിലൈസ്ഡ് ബൈ .NET കോർ. പിന്നെ അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു നമ്മൾ ഒരുപാട് ട്രോൾസ് ഒക്കെ കണ്ടിട്ടുണ്ട്, എന്ത് ഈ മൈക്രോസോഫ്റ്റ് ടീംസ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു കോർപ്പറേറ്റ് ലെവലിലൊക്കെ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ട്രോൾസിലൊക്കെ കാണാം ടീംസിന്റെ ആ ഒരു റിംഗ് ടൂൺ ഇട്ടിട്ട് ആൾക്കാർ പേടിക്കുന്നത്. കാരണം എന്താണ്, മെയിൻ ആയിട്ട് ഈ ഒരു കോർപ്പറേറ്റ് ഓഫീസസിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ ഒരു മീറ്റിംഗ് കോളോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ ഈ ഒരു ടീംസ് ഇതിന്റെ ഒരു കോർ ഭാഗം ബിൽഡ് ചെയ്തിട്ടുള്ളത് .NET വെച്ചിട്ടാണ്. സോ ഒരുപാട് ഇങ്ങനെയുള്ള വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും അപ്ലിക്കേഷൻസും ബിൽഡ് ചെയ്തിട്ടുള്ളത് .NET മെയിൻ യൂസ് ചെയ്യുന്ന കാരണം തന്നെ അതാണ്. ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് ഒരു ബിഗ് സ്കെയിൽ അപ്ലിക്കേഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വെൽ സ്കെയിലബിൾ ആണ്. അതുപോലെ തന്നെ റോബസ്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് .NET പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ കറന്റ് മാർക്കറ്റിലെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ സ്കോപ്പിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അല്ലേ? ഇന്റർവ്യൂ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞാൻ ആദ്യമായിട്ട് ഇന്റർവ്യൂ എടുത്തത് എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യൻ കമ്പനി ആയിരുന്നു. പക്ഷെ ഇത് ഇന്റർനാഷണൽ ബേസ്ഡ് കമ്പനിയാണ്, ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയാണ്, MNC ടൈപ്പ് കമ്പനി ആയിരുന്നു. അവർ വെൽ എസ്റ്റാബ്ലിഷ്ഡും ആണ്, അത്യാവശ്യം നല്ല ബ്രാഞ്ച് ഒക്കെ ഉണ്ട്. അവരാദ്യമായിട്ട് എനിക്ക് ഇങ്ങോട്ട് കോൾ വന്ന്, ആദ്യം തന്നെ ഫസ്റ്റ് കമ്പനിയൊക്കെ ആകുമ്പോൾ നിനക്ക് അറിയാമല്ലോ, ഒരു ആസ് എൻ ഇന്റർവ്യൂയുടെ കേസ് തന്നെ പറയുമ്പോൾ നമുക്കൊരു പേടിയില്ലായിരിക്കും. പക്ഷെ ആ നെർവസ്നെസ് പോകാൻ കാരണം ഞാൻ ഇവിടെ വന്നിട്ടുള്ള റിവ്യൂ സിസ്റ്റംസും കാര്യങ്ങളൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് ആ റിവ്യൂസ് ഒക്കെ അതുപോലെ കമ്പനി നടത്തുന്ന റിവ്യൂസ് ഒക്കെ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇന്റർവ്യൂവിൽ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ വെച്ച് പോയി. കമ്മ്യൂണിക്കേഷൻ വരെ ഇവിടുത്തെ സോഫ്റ്റ് സ്കിൽ സെക്ഷൻസ് ഒക്കെ കിട്ടിയിട്ട് ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ട് വന്നിരുന്നു. ഇപ്പൊ ഈവൻ ഈ ഒരു ടോക്കിംഗ് ഒക്കെ വരാൻ കാരണം അതാണ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ ബിൽഡ് ആയപ്പോൾ അപ്പോൾ ഒരു പക്ക കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇന്റർവ്യൂ കയറുന്നത്. ഫസ്റ്റ് തന്നെ ചോദിക്കുന്നു വാട്ട് ഇസ് .NET, നാച്ചുറൽ ക്വസ്റ്റ്യൻസ്. അങ്ങനെ ഒരു 2-3 റൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഒരു ഡിസ്കഷൻ, 2 ഡിസ്കഷൻ റൗണ്ട്, പിന്നെ ഒരു മെഷീൻ ടാസ്ക്, പിന്നെ ഒരു മാനേജ്മെന്റിലൊരു മീറ്റ്, അയാൾ നെഗോസിയേഷൻ പോലെ CV നോക്കിയിട്ട് ഇതൊക്കെ എന്താ പിന്നെ ചോദിച്ചിട്ട് നെഗോസിയേഷൻ, ലാസ്റ്റ് ഒരു മെഷീൻ ടാസ്കും കൂടി ഉണ്ടായിരുന്നു റിയാക്റ്റിലുള്ള.
അതിൽ എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ വേറെ അപ്ലിക്കൻസും ഉണ്ടായിരുന്നു. അവർ ലൊക്കാലിറ്റിക്ക് നോക്കിയിട്ട് എന്നെക്കാട്ടും ഒന്നും കൂടി ബെറ്ററായി പെർഫോം ചെയ്തുകൊണ്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയില്ല. ബട്ട് ഐ വാസ് അറ്റ് ദ ഫൈനൽ ആയിട്ടുള്ള ഇതിൽ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഡോട്ട്നെറ്റിന്റെ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് വേഴ്സറ്റൈൽ ടൈപ്പ് ഇന്റർവ്യൂ ആണ്. ക്വസ്റ്റ്യൻസും അൺഎക്സ്പെക്ടഡ് ആയിട്ട് പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. എനിക്ക് കുറെ ചാലഞ്ചിങ് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. ആസ് എ ഫ്രഷർ എനിക്ക് അറിയാത്ത കുറെ കൺസെപ്റ്റ് അവർ എന്നോട് ചോദിച്ചു. എനിക്കറിയില്ല, ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് ഒരു ഫീഡ്ബാക്ക് ആയിട്ട് എടുത്തിട്ട് എനിക്ക് വീണ്ടും എന്ത് കിട്ടി, കുറെ കാര്യങ്ങൾ സെൽഫ് ലൈൻ ചെയ്യാൻ കിട്ടി. അന്നായിരുന്നു നമ്മളെ SQL ഒപ്റ്റിമൈസേഷൻ എങ്ങനെ ചെയ്യാന്ന് വെച്ചു. അതെ, ഒപ്റ്റിമൈസേഷൻ കൺസെപ്റ്റ് നമുക്ക് അറിയാമായിരിക്കും. നമ്മൾ ഒരു നമുക്കാർക്കും അത്രയും ഒരു ബിഗ് ഡാറ്റാബേസ് ഒന്നും ഈ പഠിക്കുന്ന സമയത്ത് കിട്ടാറില്ലല്ലോ. അപ്പം ഈ റിട്രീവേഷനും നമ്മൾ അറിയില്ല എങ്ങനെ ഒപ്റ്റിമൈസ്ഡ് ആണോ അല്ലേ എന്നുള്ളതൊന്നും. പക്ഷേ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചു, അതിന് ഇൻഡെക്സിങ്ങും അങ്ങനെ പല സംഗതികളൊക്കെ ചെയ്തിട്ടാണ് ചെയ്യല്. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്റർവ്യൂസിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ അതെ, എനിക്ക് തോന്നുന്നു നിന്റെ കേസിൽ നീ അത്യാവശ്യം നല്ല ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അത് നിന്റെ ഫസ്റ്റ് ഇന്റർവ്യൂക്ക് വർ യു നെർവസ്? ആക്ച്വലി നമ്മളിവിടെ 100-200 ആൾക്കാരുടെ മുമ്പിൽ ടെക്സ്റ്റ് പാർക്കിന് പറയുന്നത് നമുക്ക് എന്ത് നെർവസ് ആണ് അവരുടെ മുമ്പിൽ പോയിട്ട്. ഇല്ല, നെർവസ് ഒന്നല്ലായിരുന്നു ആക്ച്വലി. ഞാൻ ഭയങ്കര കൂളായിരുന്നു. പിന്നെ നെർവസ് പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ റൗണ്ട്സ് ആണ്. പക്ഷേ നമ്മൾ റിവ്യൂസിൽ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈവൻ പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ ആയിക്കോട്ടെ എല്ലാം നമ്മൾ റിവ്യൂസിൽ ഓൾറെഡി കേട്ടിട്ടുള്ളതാണ്. പിന്നെ ഇന്റർവ്യൂസിലൊന്നും പുതുതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എൻ്റെ ഫസ്റ്റ് ഇന്റർവ്യൂ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറൻ്റ് ആയിരുന്നു ആക്ച്വലി. അവർ കോൾ ചെയ്തിട്ട് കുറച്ച് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു എനിക്ക്. ഞാനതെല്ലാം ആൻസർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവരെന്നോട് പ്രാക്ടിക്കലി ഒരു ടാസ്ക് ചെയ്യാൻ പറഞ്ഞു. സോ അത് ഞാൻ ചെയ്തു കൊടുത്തു. അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആക്ച്വലി നല്ലൊരു ടെക്നിക്കൽ റൗണ്ടൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻസ് 2-3 ആൾക്കാരൊക്കെ മുന്നിൽ നിന്നിട്ട് ചോദിക്കുക, ആ ഒരു ലെവലിലാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ അവർ ആ ഒരു ടാസ്ക് ഞാൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്നോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഞാനതൊക്കെ സിമ്പിളായിട്ട് ആൻസർ ചെയ്തു. കാരണം പുതുതായിട്ടൊന്നും എനിക്ക് അതിൽ തോന്നിയിട്ടില്ല. അങ്ങനെ പിറ്റേന്ന് ഈ ഒരു ടെക്നിക്കൽ റൗണ്ട് എക്സ്പെക്ട് ചെയ്തിരുന്ന എനിക്ക് അവർ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഓക്കെയാണ്, 3.6 സാലറി ആയിട്ട് ആദ്യം തന്നെ തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്ത് ഐ വാസ് ആക്ച്വലി ഷോക്ക്ഡ്. കാരണം ഇതൊന്നും ആയിട്ടില്ല, ഓഫറിലോട്ടൊന്നും എത്തിയിട്ടില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ്. സോ ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു വെച്ചു. പിറ്റേന്ന് ഞാൻ അവർക്ക് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു 3.6 ഞാൻ ഓക്കെ അല്ല എന്ന് പറഞ്ഞു. കാരണം എൻ്റെ സ്കില്ലിനും എൻ്റെ നോളജിനും ഞാനൊരു വില ഇട്ടിട്ടുണ്ട്. അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 3.6 ഈസ് ടു ലോ. സോ അതുകൊണ്ട് ഞാൻ അവർക്ക് ഓക്കെ അല്ല എന്ന് പറഞ്ഞു. അവരത് ഫ്ലെക്സ് ചെയ്തിട്ട് 4 LPA വരെ ആക്കി. ബട്ട് എൻ്റെ ഒരു വാല്യൂ വെച്ചിട്ട് അതെല്ല, ഞാൻ 4 LPA അതിന് ഞാൻ ഓക്കെ അല്ലായിരുന്നു. സോ നമ്മൾ ഈ ഒരു പഠിച്ചു വരുന്ന ഈ ഒരു സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കില്ലിൽ നമ്മൾ വിശ്വസിക്കുക. നമ്മൾ ആദ്യം നല്ല സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അതിൽ നമ്മൾ വിശ്വസിക്കുക. എന്നിട്ട് നമുക്കൊരു വാല്യൂ ഇടുക. ആ ഒരു വാല്യൂവിൽ ക്ലോക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ പോകാൻ പാടുള്ളൂ. ഒരിക്കലും ആദ്യത്തെ ഒരു ഇന്റർവ്യൂ കിട്ടുന്ന സമയത്ത് ഇനി കിട്ടുമോ എന്നുള്ള കോൺഫിഡൻസ് ഇല്ലാത്തൊരു ലാക്ക് ഇപ്പോഴത്തെ ഒരു ഇതിൽ നമ്മൾ പലയിടത്തും കണ്ടുവരുന്നുണ്ട്. ഫസ്റ്റ് ഇന്റർവ്യൂ തന്നെ ഇനിയിപ്പോൾ കിട്ടുമോ, ഇനിയിപ്പോൾ ഈ ജോബ് പോയി കഴിഞ്ഞാൽ അടുത്ത ഇന്റർവ്യൂ വരുമോ, കോള് വരുമോ, വന്നാലും റൗണ്ട് പാസ് ആകാൻ പറ്റുമോ, ജോബ് കിട്ടുമോ, നല്ല പാക്കേജ് കിട്ടുമോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർ എന്ത് ചെയ്യുന്നവരോ പേടിച്ചിട്ടോ മേ ബി ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആവാം കിട്ടുന്ന ഫസ്റ്റ് ജോബ് തന്നെ കയറി പോവാണ്. അത് ഒരിക്കലും ചെയ്യരുത്. കാരണം നമുക്ക് നമ്മളൊരു വില ഇടണം. അതെ, ആ ഒരു വില കിട്ടിയാൽ മാത്രമേ നമ്മൾ പോകാൻ പാടുള്ളൂ എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മനസ്സിലാക്കേണ്ടത് ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞ വെറും ഒരു കമ്പനി ഒന്നല്ല, പ്ലേസ് ആണ്, ഒരു ഹ്യൂജ് ഓഷൻ തന്നെയാണ്. എത്ര കമ്പനീസ് ഉണ്ട്, എത്ര ജോബുകൾ ഉണ്ട് അല്ലേ? ഓരോ ജോബിനും ഡിഫറെന്റ് പാക്കേജസ് ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഫസ്റ്റ് ഒരു 10 ജോബ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അതാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ കയറി പോകരുത്. മേ ബി ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. എന്റെ ഒരു ഫസ്റ്റ് ഇന്റർവ്യൂവിന്റെ ഒരു കേസ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടി നല്ല പാക്കേജ് അത് കഴിഞ്ഞിട്ട് ഒരുപാട് സീരീസ് ഓഫ് ഇന്റർവ്യൂസ് ഞാൻ അറ്റൻഡ് ചെയ്തു. പുതുതായിട്ട് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് ഒന്നും അതിന് എനിക്ക് കിട്ടിയിട്ടില്ല ആക്ച്വലി. നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ ഐ എം നോട്ട് നെർവസ് ആക്ച്വലി. ജസ്റ്റ് ലൈക്ക് എനി ഡേ ഞാൻ പോകും, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും, പോരും. എനിക്കറിയാം അത് കിട്ടുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ പറ്റും. സോ ഇന്റർവ്യൂവിന്റെ കേസിൽ ടെക്നിക്കൽ ആസ്പെക്റ്റിലാണോ അതോ രണ്ടും ആക്ച്വലി. അതെ അതെ, ടെക്നിക്കലി അവരെന്ത് ചോദിക്കുകയാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ പുതുതായിട്ട് എനിക്കൊന്നുമില്ല. പിന്നെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ എൻ്റെ സ്കില്ല് കറക്റ്റ് ആയിട്ട് അവരുടെ മുന്നിലോട്ട് എത്തിക്കാനുള്ള സോഫ്റ്റ് സ്കില്ല് ഞാൻ ഇവിടുന്ന് അറ്റൈൻ ചെയ്തിട്ടുണ്ട്. ഈവൻ ഞാൻ എൻ്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഇന്റർവ്യൂ നെർവസ് അല്ലായിരുന്നു ആക്ച്വലി, എക്സൈറ്റ്മെന്റ് ടൈപ്പ് ആയിരുന്നു. ആ ഒരു കൈൻഡ് ഓഫ് ഇതായിരുന്നു. ഫസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഇതെന്ത് അതന്നെ അവസ്ഥ. എങ്ങനെ ഞാൻ ഉദ്ദേശിച്ച കിട്ടിയിട്ടില്ല, എനിക്ക് ഇന്റർവ്യൂ കിട്ടിയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഞാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇന്റർവ്യൂക്ക് പോകുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവില്ല, എക്സാം ഒക്കെ എഴുതുന്ന പോലത്തെ ഒരു ഭയങ്കര ഒരു നെർവസ്നെസ് അങ്ങനത്തെ ഒരു സംഗതിയേ ഇല്ലായിരുന്നു. അപ്പൊ ഇതൊക്കെ ഈസിയാണ്. ഞാൻ ടെക്നിക്കലി ഒന്നും കൂടി എക്സൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നു, ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക്. സോഫ്റ്റ് സ്കില്ലിന്റെ കേസ് ഞാൻ ലാക്ക് ചെയ്തിട്ടില്ല. അപ്പൊ ഇവിടെ വന്നിട്ടുള്ള ഈ സോഫ്റ്റ് സ്കിൽ ആൻഡ് ദ റിവ്യൂ സിസ്റ്റം
വാസ് വെരി മച്ച്. അതെ അതെ, ആ ഒരു കോമ്പിനേഷൻ, അതെ, അത് നല്ല കോൺഫിഡൻസ് തരുന്നുണ്ട്, നല്ലൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് തന്നെ തരുന്നുണ്ട്. പക്ഷെ ആക്ച്വലി ഇതൊരു റിക്രൂട്ടേഴ്സ് ആക്ച്വലി അവരൊരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു കേസല്ല. അതെ, നമുക്ക് എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്ത് വന്നിട്ടുള്ളത്. സോ അതെ അതെ, ആ ഒരു പോയിന്റ്സ് ഒക്കെ നമ്മൾ അറ്റ് ദ കോർ ബേസിക്കലി നമ്മൾ പഠിച്ചു വരുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു ഒപ്പീനിയൻ അതാണ്, നമുക്ക് ഈ ഒരു ഇന്റർവ്യൂ ക്രാക്കിംഗ് അത്ര വലിയൊരു പ്രശ്നമായിട്ട് തോന്നാത്തത്. സോ നമ്മളുടെ ഒരു ഇന്റർവ്യൂ എക്സ്പീരിയൻസ് ഒക്കെ ഇങ്ങനെയൊക്കെയാണ് അല്ലേ? മാത്രം നീ നമ്മളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ ആലോചിച്ചോക്കെ. അതെ അതെ, ഭയങ്കര എപ്പിക് ആയിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് ആയിരുന്നു. ഈവൻ തമീമിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് ടേക്ക് ഓഫ് എത്തിയോ? ഇല്ല, അതിന് മുന്നേ തന്നെ നല്ല സ്കില്ലുണ്ട്, ഓക്കെ, നല്ലൊരു പാക്കേജിലാണ് അവൻ കയറിപ്പോയത്. ബാക്കിയുള്ളവരൊക്കെ നോക്കുക, നമ്മുടെ ടേക്ക് ഓഫ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് പ്ലേസ്മെന്റിൽ എത്തിയിട്ട് ഐ ഡോണ്ട് തിങ്ക് എനിബഡി ഗോട്ട് ലൈക്ക് പ്ലേസ് ദാറ്റ് ഫാസ്റ്റ്, റൈറ്റ്? നമ്മൾ ഇപ്പൊ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യും, ഈ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. അവിടെയാണ് നമ്മൾ ഇന്റർവ്യൂ ഒക്കെ ഫേസ് ചെയ്തിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നത്. അതൊക്കെ ഉണ്ടാക്കുന്ന ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഇവർ എന്ത് ചെയ്തു, പ്ലേസ് ആയി പോയി. ആക്ച്വലി ഫാസിനേറ്റിംഗ് ആയിരുന്നു അല്ലേ? എല്ലാവരും വിത്തിൻ മന്തിലുള്ള പ്ലേസ്. നമ്മൾ അന്ന് ടെക്സ് പാർക്കിൽ കയറിയ ആ കാര്യം പറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു ഒരു 2 വീക്സിന്റെ ഇടയിലാണ് ഈ ഒരു ഡോട്ട്നെറ്റ് ബാച്ച് കാലിയായി പോയത്. അതെ, എല്ലാവരും അടിക്കടി പ്ലേസ്. പക്ഷെ ഈ ഒരു കാര്യം നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയിന്റ് പ്ലസ് നമ്മളുടെ പ്രൊജക്റ്റ് ആണ് അവരെ ഇത്രയും കൂടുതൽ നമ്മൾ ചെയ്തിരുന്ന ഒരു കൈൻഡ് ഓഫ് CRM പ്രോജക്റ്റ് ആയിരുന്നു. അതിലാണ് ആക്ച്വലി നീ നമ്മളെ കൂടെ കൂടിയത്. ആക്ച്വലി ഞാൻ ബാക്കിൽ വന്ന് നിങ്ങൾക്ക് എൻ്റെ ഒരു പേസ് എടുത്തിട്ട് അതിലൊന്ന് ജോയിൻ ചെയ്തു. പക്ഷെ ആ ഒരു പ്രൊജക്ട് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു റിയൽ വേൾഡിൽ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ എങ്ങനെ ബിൽഡ് ചെയ്യണം, പ്രത്യേകിച്ച് അജൈൽ മെത്തഡോളജി യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി നമ്മൾ എങ്ങനെയാണ് ഒരു റിയൽ ലൈഫിൽ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ബിൽഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പോൾ എല്ലാവരും പ്ലേസ്ഡ് ആയി. ഇപ്പം ആ ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ പഠിച്ചാൽ ജോലി കിട്ടുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യന് ആൻസർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആക്ച്വലി ജോലി കിട്ടും. ഈ നിങ്ങളിപ്പം വെബ് API മാത്രമാണ് പഠിച്ചതെന്നുണ്ടെങ്കിലും ഒരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ വെബ് API അല്ലാത്തൊരു ഏരിയയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇത് ഭയങ്കര വേഴ്സ്റ്റൈലാണ് ആക്ച്വലി. അതെ, ഇപ്പോൾ ഒരു ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ വൺ ഫ്രെയിം വർക്ക് ഫോർ ഓൾ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു .NET ഫ്രെയിം വർക്ക് ഇൻക്ലൂഡഡ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു വിൻഡോസ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കണം, നമ്മൾ എന്ത് ചെയ്യാം? ഒരു വിൻഡോസ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിൻഡോസ് ഫോംസ് അവൈലബിൾ ആണ്. അത്യാവശ്യം കുറച്ച് കോംപ്ലക്സ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ WPF യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളുടെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മളുടെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നാലെ ഒരുപാട് സർവീസസ് ഒക്കെ റൺ ചെയ്യുന്നു, ബാക്ക്ഗ്രൗണ്ട് സർവീസ് അല്ലേ? അതൊക്കെ ക്രിയേറ്റ് ചെയ്യാം, മീൻസ് ബാക്ക്ഗ്രൗണ്ട് സർവീസസ്. അതൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്തിട്ട് വർക്കർ സർവീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാം. EX ഫയലായിട്ട് EXS ഫയലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കമ്പ്യൂട്ടേഴ്സിലൊക്കെ. അതുപോലെ തന്നെ വേറെയും ഒരുപാട് മൾട്ടിപ്പിൾ ഫീൽഡ്സ് ഉണ്ട് അല്ലേ? അതെ അതെ, നമുക്ക് അപ്പം റിയാക്ട് ഒക്കെ പഠിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മെയിൻലി ബാക്ക് എൻഡ് ആയിട്ട് നമ്മൾ വെബ് API ഫോക്കസ് ചെയ്യും. API കോൺഫിഗറേഷൻ നമുക്ക് ASP.NET വെബ് API യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ വി ഹാവ് വൈഡ്ലി യൂസ്ഡ് .NET MVC യൂസ് ചെയ്തിട്ട് അതെ ആ ഒരൊറ്റ അതിൽ തന്നെ നമുക്ക് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും എല്ലാം ചെയ്തു പോകാൻ പറ്റും. നമുക്ക് ആക്ച്വലി ഇതിലോട്ടൊന്ന് എൻ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് ഭയങ്കര വാസ്റ്റ് ആണ്. നമുക്ക് ഒരുപാട് ഫീൽഡ്സ് അവൈലബിൾ ആണ് ഈ ഒരൊറ്റ ഇതിലിപ്പം. നമ്മളെല്ലാവരും ഇപ്പം ഫോർ എക്സാമ്പിൾ വെബ് API ആണ് നമ്മൾ പഠിച്ചത്, പക്ഷെ നമ്മളെ കൂടെ പ്ലേസ് ആയവർ പല ആൾക്കാരും MVC ചെയ്യുന്നുണ്ട്, WPF പഠിക്കുന്നുണ്ട്. അവർക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റിയത് തന്നെ എന്തുകൊണ്ടാണ്? ഈ ഒരു വൺ ഫ്രെയിം വർക്ക് ഫോർ ഓൾ എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടാണ്. നിന്റെ കേസിൽ എക്സ്പെഷ്യലി എനിക്ക് തോന്നുന്നു നീ എല്ലാ ടൈപ്പ് ഓഫ് വർക്കും ചെയ്തിട്ടുണ്ട്. ഞാൻ WPF ഉം MVC യും ഈ ഒരു വെബ് API മാത്രമേ ട്രൈ ഔട്ട് ചെയ്തിട്ടുള്ളൂ പേഴ്സണലി, ബി ഓണസ്റ്റ്. ഓക്കെ, നിന്റെ കേസിൽ എനിക്ക് തോന്നുന്നു നീ വർക്ക് സർവീസും WPF തന്നെ അത്യാവശ്യം ഒരു കുറച്ചും കൂടി നല്ലൊരു ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഫസ്റ്റ് ഒരു കോർ ആയിട്ട് നമുക്ക് ഒരു ഫൗണ്ടേഷൻ തന്നത് നമ്മുടെ മെയിൻ CRM പ്രോജക്റ്റ്. ലൈക്ക് ബിഗ്ഗസ്റ്റ് കൺസെപ്റ്റ് ലൈക്ക് മൈക്രോ സർവീസ് യൂസ് ചെയ്ത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡോക്കർ, Kubernetes വരെ നമ്മൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അല്ലേ? ഇപ്പോഴും ഭയങ്കര ഒരു ഫാസിനേറ്റിംഗ് ആയിരുന്നു, ഭയങ്കര വല്ലാത്തൊരു ലേണിംഗ് കർവ് ആണ് നമുക്ക് തന്നത്. അതൊന്നും ഒരുപാട് പഠിച്ചെടുക്കാനും പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നാച്ചുറലി ഒരു ഫ്രഷറിൽ കാണാത്ത കുറെ സംഗതികൾ നമ്മൾ ആസ് ഒരു 6 month ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് ആണ് ഈ ഒരു പ്ലേസ്മെന്റ്. ഇവരെല്ലാവരും പ്ലേസ് ആയി പോയിട്ടുമുണ്ട് പെട്ടെന്ന്. വേഴ്സ്റ്റാലിറ്റി നമുക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റും. ഐ തിങ്ക് വി ഓൾറെഡി കവർ. അതെ, നമ്മൾ ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു .NET പുതുതായിട്ട് എടുക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വാസ്റ്റാണ്, പക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക, അതിൽ എക്സ്പേർട്ട് ആവാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ ഒരു AI ടൂൾസ് ഒരു പരിധിക്ക് അപ്പുറം നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ എസ്പെഷ്യലി ഇൻ ലേണിംഗ് ഫേസ്. അതെ, ലേണിംഗ് ഫേസിൽ. കാരണം നിങ്ങൾ അതിനൊരു പരിധി വിടുകയാണെന്നുണ്ടെങ്കിൽ യു ആർ കില്ലിങ് യുവർ സെൽഫ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു 2 or 3 hours ഒക്കെ ഉള്ള ഈ ഒരു ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതിനാട്ടിൽ എത്രയോ നല്ലതാണ് സെൽഫ് ലേണിംഗ്. പക്ഷേ വെറും സെൽഫ് ലേണിംഗ് അല്ല, ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളുടെ മെൻറ്റർഷിപ്പിന് കീഴിലുള്ള സെൽഫ് ലേണിംഗ്. ഇനി എവിടെയെങ്കിലും ഒരു ബ്ലോക്കേഴ്സ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പിയർ ടു പിയർ ലേണിംഗ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഉപകാരപ്രദമായിരിക്കും അത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്കൊരു ഫസ്റ്റ് ഒരു ഓഫർ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ ഒരിക്കലും ചാടിക്കയറി അതിന് പോകാണ്ടിരിക്കുക.
നിങ്ങൾ നിങ്ങളുടെ സ്കില്ലിന് നിങ്ങളൊരു വാല്യൂ ഇടുക, എന്നിട്ട് അത് ക്ലോക്ക് ചെയ്യുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ മിക്കവരുടെയും പേടി എന്ന് പറഞ്ഞാൽ ഇനി ഒരു ഓഫർ കിട്ടും എന്നുള്ളതാണ്. പക്ഷേ .NETന് ഇപ്പോൾ നല്ല ഡിമാൻഡ് ഉണ്ട്, നല്ല സാലറിയും കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് വെയിറ്റ് ചെയ്യാം. സോ നമ്മൾ എല്ലാ കാര്യവും ഓണസ്റ്റ് ആയിട്ടും ജെന്യൂൻ ആയിട്ടും ഇപ്പോൾ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇഫ് യു ഹാവ് ഫർദർ ഡൗട്ട് കമൻറ്റ് റൈറ്റ് ഡൗൺ ദർ ആൻഡ് ഡു സബ്സ്ക്രൈബ്, ബിക്കോസ് ഇതൊരു സീരീസ് ആണ്. ഇതിൽ ഇനിയും നെക്സ്റ്റ് ഡൊമൈൻസ് ആൻഡ് സ്റ്റാക്കിനെ കുറിച്ച് വീഡിയോസ് വരാനുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് വി ആർ സൈനിങ് ഓഫ്.